ശരത് ചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സീതാറാം യെച്ചൂരിക്ക് ഇന്ത്യ വിട നൽകുമ്പോൾ ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ ആദരമർപ്പിക്കുകയാണ് ഓരോ മനുഷ്യരും. ശരത്ത് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരത്ത്, 50 വർഷം നീണ്ട ഒരു വലിയ രാഷ്ട്രീയ ജീവിതത്തിന് അവസാനമാവുകയാണ്. രാജ്യം ആ വലിയ നേതാവിനെ ഈ നിമിഷം ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? മനു, ഗുഡ് മോർണിംഗ്. ദില്ലിയിലാണ് ഞാനുണ്ട്. കെ രാജേന്ദ്രനുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സമരോത്സുകമായ സീതാറാം യെച്ചൂരിയുടെ അരനൂറ്റാണ്ട് കടന്നുള്ളൊരു ജീവിതമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് JNU ക്യാമ്പസ് എത്ര വികാരവായ്പോടെയാണ്, ആവേശോജ്വലമായിട്ടാണ് അവരുടെ നേതാവിന് വിട നൽകിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നേരത്തെ വിഷ്ണു സംസാരിക്കുമ്പോഴും വസന്ത് കുഞ്ചിലെ സീതാറാമിൻ്റെ ഫ്ലാറ്റ്, അവിടെയാണ് രാവിലെ വിഷ്ണു ഉള്ളത്. വിഷ്ണു സംസാരിച്ചപ്പോഴും ഇന്നലെ രാത്രി വൈകിയും അവിടേക്ക് നേതാക്കളും പ്രവർത്തകരും ഒക്കെ എത്തുന്നുണ്ടായിരുന്നു സീതാറാമിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. ദില്ലിയിൽ എവിടെയും സീതാറാമിൻ്റെ വിപുലമായ സുഹൃത്ത് വലയങ്ങൾ, പാർട്ടി സഖാക്കൾ, അതുപോലെ വിവിധ പാർട്ടികളിലെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ കാലങ്ങളായുള്ള അദ്ദേഹവുമായുള്ള ബന്ധമൊക്കെ ഓർക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ കണ്ടാണ് ഞങ്ങളിവിടെ ഉള്ളത്. രാവിലെ തന്നെ ഞങ്ങൾ ഇന്ന് ഈ പറഞ്ഞതുപോലെ പൊതുദർശനമാണ്. AKG ഭവനിൽ പൊതുദർശനമുണ്ട്. അത് രാവിലെ 10 മണിക്ക് ആരംഭിക്കും. അതിനു മുമ്പ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് സീതാറാമിൻ്റെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വീട്ടിലാണുള്ളത്. അദ്ദേഹം താമസിക്കുന്നത് വസന്ത് കുഞ്ചിലെ ഫ്ലാറ്റിലാണ്, ഈ വീട്ടിലാണ്. ഈ വീട് യഥാർത്ഥത്തിലൊരു സമര കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഒരു വിപുലമായ ഈ പറഞ്ഞ SFIയുടെയും അഖിലേന്ത്യാ കിസാൻ സഭയുടെയും ഒക്കെ ഓഫീസായി കൂടി പ്രവർത്തിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ പേരിൽ, അല്ലെങ്കിൽ CPMൻ്റെ ജനറൽ സെക്രട്ടറിക്കായി ലഭിച്ചിട്ടുള്ള വീടാണ്. അവിടെ ഈ പ്രവർത്തനമാണ്, പാർട്ടി പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ വീടും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു കേന്ദ്രമാണ്. രാവിലെ അവിടെ നിന്ന് പ്രേക്ഷകരോട് സംസാരിക്കുക എന്നതും അദ്ദേഹത്തെപ്പോലൊരു വലിയ നേതാവിൻ്റെ സമരോജ്വലമായ ആ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് അനിവാര്യമാണ് എന്ന് തോന്നുന്നു. രാജേന്ദ്രനും എനിക്ക് പോകുന്നത്. രാജേന്ദ്രൻ, നമ്മൾ രാവിലെ വന്ന് സീതാറാം യെച്ചൂരിയുടെ ഈ വീട്ടിലൂടെ കടന്ന് അത് ഒരേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലം മുതലുള്ള SFI കാലം മുതലുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവമൊക്കെ നമ്മളിവിടെ കാണാനുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം SFI കാലത്ത് അദ്ദേഹം എഴുതിയ സ്റ്റുഡൻറ്റിലെല്ലാം എഴുതിയ ലേഖനങ്ങൾ, അതെല്ലാം തന്നെ അല്പം മുമ്പ് സഫ്ദർ ഹാഷ്മി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. തൊട്ടപ്പുറത്താണ് ആ സ്മരണകൾ പേർന്ന അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. വളരെ അവിചാരിതമായാണ്, അതിക്രൂരമായ രീതിയിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ആ സമയത്തെല്ലാം വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം നേതൃത്വം അന്ന് സീതാറാം യെച്ചൂരിക്കായിരുന്നു. അതുപോലെ ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയവുമായി ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. സീതാറാം യെച്ചൂരിയുടെ ഈ ഔദ്യോഗിക ഈ വസതിയിലാണ് ന്യൂസ് ക്ലിക്കിന്റെ ഇവിടത്തെ ഇവിടെ താമസിച്ചിരുന്ന ഒരാള് ഈ ന്യൂസ് ക്ലിക്കിൽ ജോലി ചെയ്തു എന്ന കാരണം പറഞ്ഞു റെയ്ഡ് നടത്തി. സീതാറാം യെച്ചൂരിയുടെ വീട്ടിൽ ന്യൂസ് ക്ലിക്കിന്റെ പേരിൽ റെയ്ഡ് നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള CPMന്റെ ജനറൽ സെക്രട്ടറിയുടെ വീട് എന്ന നിലയിൽ എന്നുള്ള പരിഗണനയൊന്നുമില്ലാത്ത വിധത്തിലെന്ന്. നമ്മൾക്കൊപ്പം ഇപ്പോൾ നിതീഷ് നാരായൺ കൂടി ചേരുന്നുണ്ട്. SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. ഏതായാലും സീതാറാം യെച്ചൂരി എന്ന ഒരു വലിയ നേതാവിനെ വളരെ അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെയും വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു മികവും അല്ലെങ്കിൽ അടുപ്പവും, ആളുകളായി ഉള്ള അടുപ്പമൊക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള നിതീഷുമായി സംസാരിക്കുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ അത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് കൂടുതൽ ഊർജം പകരും. നിതീഷ്, എന്ത് പറയും? സീതാറാമിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് എങ്ങനെ വേഗത്തിലെത്തുക എങ്ങനെയാവും? തീർച്ചയായും കഴിഞ്ഞൊരു 10-13 വർഷമായിട്ട് പലതവണ അടുത്ത് നിന്ന് കാണാനും സംസാരിക്കാനും ഇടപെടാനൊക്കെ പറ്റിയിട്ടുള്ള വളരെ പ്രിയപ്പെട്ട, വളരെ സ്നേഹത്തോടുകൂടി നമ്മളോടൊക്കെ ഇടപെട്ട, വളരെ ഊഷ്മളമായിട്ട് ഇടപെട്ട സീതാറാം എന്ന് പറഞ്ഞാൽ വാംത്ത് എന്നുള്ള വാക്കാണ് നമുക്ക് മനസ്സിലേക്ക് വരിക. ആ വാംത്ത് എപ്പോഴും പകർന്നു നൽകിക്കൊണ്ടിരുന്നൊരു നേതാവിനെ അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്രയിൽ ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. സീതാറാമിനെ സീതാറാമാക്കി മാറ്റിയ SFIയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിൽ കൂടിയാണ്. ഇത് സീതാറാമിനെ അനുവദിച്ചിട്ടുള്ള ബിൽഡിംഗാണ്. സീതാറാമെന്ന് വെച്ചാൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള, ദേശീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിലാണ് SFIയുടെയും അതുപോലെ തന്നെ കിസാൻ സഭയുടെയും കർഷക തൊഴിലാളി യൂണിയന്റെയും എല്ലാം ഓഫീസ്. ദില്ലിയിലുണ്ടെങ്കിൽ ഇവിടെ ഒരു ദിവസം തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരിയുടെ സ്ഥിരമായ ഒരു സന്ദർശന കേന്ദ്രമാണ് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഡൽഹിയിൽ ഒരുപാട് ഈ ഗവേഷണ ഗ്രന്ഥങ്ങൾ രാജേന്ദ്രൻ, അത് മാത്രമല്ല അപ്പുറത്ത് സഫ്ദർ ഹാഷ്മി മെമ്മോറിയൽ. സഫ്ദർ ഹാഷ്മി സീതാറാമിന്റെ കൂടെ ഡിഗ്രി കാലത്ത് പഠിക്കുകയും അടുത്ത സുഹൃത്തുക്കളായിരിക്കുകയും
സീതാറാമനോട് കൂടി സംസാരിച്ചതിന് ശേഷം തൻ്റെ കോളേജ് അധ്യാപക ജോലി അവസാനിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വേണ്ടി ഡൽഹിയിലേക്ക് വീണ്ടും തിരിച്ചു വരികയൊക്കെ ചെയ്തൊരു വിപ്ലവകരമായ ചരിത്രമുള്ള ആളാണ് സഫ്തർ ഹാഷ്മി. സഫ്തർ ഹാഷ്മി കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് സീതാറാം യെച്ചൂരി കാണുന്നുണ്ട്. അദ്ദേഹത്തെ അതിനെക്കുറിച്ചിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായിട്ട് പറഞ്ഞിരുന്നു. അത് പാർട്ടിയുടെ തിരുവനന്തപുരത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്താണ്. പിന്നെ യെച്ചൂരിക്ക് അതിൻ്റെ ഇടയിൽ മോസ്കോയിലേക്ക് പോകേണ്ടി വന്നു. അപ്പം അന്ന് യെച്ചൂരി മോസ്കോയിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ യെച്ചൂരിയെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, യെച്ചൂരിക്ക് ചില പേപ്പറുകൾ കൊടുക്കാൻ വേണ്ടി വരുന്നതും സഫ്തർ ഹാഷ്മി ആയിരുന്നു. അങ്ങനെ യെച്ചൂരി മോസ്കോയിലെത്തുമ്പോഴാണ് അതിനുശേഷമാണ് അറിയുന്നത് സഫ്തർ ഹാഷ്മി തൊട്ടടുത്ത ദിവസം കൊല്ലപ്പെട്ടു എന്ന് അറിയുന്നത്. സഫ്തർ ഹാഷ്മി സീതാറാം യെച്ചൂരി സ്റ്റുഡൻറ് സ്ട്രഗിളിൻ്റെ എഡിറ്ററായിരുന്നു. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. 1984-86 വരെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ഒരു കാര്യം ഒന്ന് നിതീഷിന്റെ പെർമിഷനോടുകൂടി, ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വളരെ ഏറ്റവും ആവേശം തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നിതീഷ് ആ കോപ്പിയൊക്കെ ഈ ഓഫീസിൽ നിന്നും സൂക്ഷിച്ചിട്ടുണ്ട്. സീതാറാം എഡിറ്റർ ആയിട്ടുള്ള സ്റ്റുഡന്റ് സ്ട്രഗിളിന്റെ 80-കളിലെ 84-ലെ ഭോപ്പാൽ ദുരന്തത്തിന്റെ സമയത്തുള്ള അത് നമുക്കത് കാണുകയും ചെയ്യാം. അകത്തോട്ട് കയറാം. നിതീഷ് അത് പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് നമുക്കതിലൂടെ 1980 തൊട്ട് 86 വരെ 6 വർഷം സ്റ്റുഡൻറ് സ്ട്രഗിളിൻ്റെ എഡിറ്ററായിരുന്നു സീതാറാം യെച്ചൂരി. അന്നത്തെ ആ മാഗസിൻ കണ്ടു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ സാങ്കേതികപരമായിട്ടുള്ള എന്താ പറയുക ടെക്നോളജികളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഉപകരണങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവരിറക്കിയിട്ടുള്ള മാഗസിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് ഏത് മുൻനിര മാഗസിനോടും, അതായത് ഒരു പ്രൊഫഷണൽ മാഗസിനോട് കിടപിടിക്കാൻ വേണ്ടി പറ്റുന്ന ഉള്ളടക്കം, അതിൻ്റെ ഈ പറയുന്ന പോലെ ഡിസൈനിങ്, അതിൽ ആളുകൾ പങ്കെടുക്കും ഒക്കെ നമുക്ക് അന്നത്തെ കാലത്തെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ ഒരു ദിഷണാശേഷി, സംഘടനാ മികവ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാൻ സ്റ്റുഡൻറ് സ്ട്രഗിളിന്റെ എഡിറ്റർ ആയിരുന്നു. ഒരു 4 വർഷത്തോളം സ്റ്റുഡൻറ് സ്ട്രഗിളിന്റെ എഡിറ്റർ ആയിരുന്നു. അപ്പോഴെല്ലാം ആഗ്രഹിച്ചത് സീതാറാം യെച്ചൂരി ആയിരുന്നു നമ്മുടെ ഒരു മാതൃക, ഒരു മാഗസിൻ. ഇത് അദ്ദേഹത്തിന്റെ കാലത്തെ ഒരു പൈതൃകം നിലനിർത്തും. അതെ. ഇത് 1985-ൽ SFIയുടെ കേന്ദ്ര കമ്മിറ്റി ഭോപ്പാൽ ദുരന്തം നടന്ന സമയത്ത്, അതെ, ഭോപ്പാൽ ദുരന്തത്തിന്റെ സമയത്തുള്ള സ്റ്റുഡൻസുകളുടെ കോപ്പിയാണിത്. 84 ചീഫ് എഡിറ്റർ സീതാറാം യെച്ചൂരിയാണ്. അതിപ്പോ നേപ്പാൾ ദേവ് ഭട്ടാചാര്യയും സൈഫുദ്ദീൻ ചൗധരിയും ഒക്കെ അന്ന് എഡിറ്റോറിയൽ ബോർഡിന്റെ അംഗമായിരുന്നു. അശോക് ധവളെ ഒക്കെ അതിൽ എഡിറ്റർ സീതാറാം അതെ അതാ എഴുതിയിട്ടുണ്ടല്ലോ, എഡിറ്റർ സീതാറാം യെച്ചൂരി എന്നുണ്ട്. സീതാറാം യെച്ചൂരിയുടെ എഡിറ്റോറിയൽ സിഗ്നേച്ചർ കാണാൻ വേണ്ടി പറ്റും. എഡിറ്റർ എന്നുള്ള എഡിറ്റോറിയൽ സീതാറാം അതുപോലെ തന്നെ സഫ്തർ ഹാഷ്മി എഴുതിയ ലേഖനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഭോപ്പാൽ ദുരന്തം. അതെ. ഭോപ്പാൽ ടൈറ്റിൽ എന്താണ് രാജേന്ദ്രൻ? സഫ്തർ ഹാഷ്മിയുടെ 84-ലെ. അതിനുശേഷമാണ് അന്ന് എനിക്കറിയാം ഇതിന്റെ യഥാർത്ഥ ആർനാൻഡേഴ്സ് അടക്കമുള്ള ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികളെ രക്ഷപ്പെടുത്താനായി അന്ന് കോൺഗ്രസ് സർക്കാരുകൾ വലിയ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലാണ് ശക്തമായ പ്രക്ഷോഭം നടന്നത്. അതെ. അന്നത്തെ പോസ്റ്ററുകള്, അതുപോലെ തന്നെ ഈ ചിത്രങ്ങള് ബേബിയുടെ ചിത്രമാണ്. അന്ന് ഒരുപാട് ദൃശ്യങ്ങൾ ആ സമയത്ത് നമുക്കിതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ SFI ആ കാലത്തെ സ്റ്റുഡൻറ് സ്ട്രഗിളിന്റെ ഏറ്റവും നല്ല കാലഘട്ടങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. ഇതുകൂടി കാണണം. ഇതാണ് സ്റ്റുഡൻറ് സ്ട്രഗിളാണ്. മുമ്പ് നിതീഷ് പറഞ്ഞതുപോലെ 84-ൽ ഇന്നത്തെ അച്ചടിയുടേതായിട്ടുള്ള ആധുനിക സാങ്കേതികതയൊക്കെ വരുന്നതിന് മുമ്പ് എത്രമേൽ അവരതിനെ ഭാവനയോടെ കണ്ടു, അല്ലെ ദീർഘവീക്ഷണത്തോടെ കണ്ട് സ്റ്റുഡൻറ് സ്ട്രഗിളിനെ രൂപപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി. ആ സ്റ്റുഡൻറ് സ്ട്രഗിൾ ഇന്ന് SFIയുടെ ഇതിനകത്ത് എനിക്ക് സ്റ്റുഡൻറ് സ്ട്രഗിളിന്റെ പത്രാധിപന്മാർ, അതുപോലെ അതിൽ എഴുതിയിരുന്ന പലരും തന്നെ പിന്നീട് അറിയപ്പെടുന്ന പ്രശസ്ത മാധ്യമപ്രവർത്തകരായിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ കൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവും സഫ്തർ ഹാഷ്മി, എൻ റാം, പി സായിനാഥ്, ഇങ്ങനെ പ്രബീർ പുർക്കായസ്ത, ഇങ്ങനെയുള്ള വലിയ നിരയാണ് നമുക്ക് കാണാൻ വേണ്ടി. അതായത് ഒരു ജനറേഷൻ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ സ്റ്റുഡൻസുകളുടെ പഴയ ലക്കങ്ങൾ പിന്നെ കടന്നുപോയാൽ മതിയാവും. ഞങ്ങൾ SFI കഴിഞ്ഞ അഖിലേന്ത്യാ സമ്മേളനത്തിന് മുമ്പ് പഴയ സ്റ്റുഡൻസുകളുടെ എഡിറ്റർമാരെ കണ്ടിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റുഡൻസുകൾ കാലത്തെ കുറിച്ചിട്ട് അവരോട് സംസാരിച്ചു. അതിൽ ബിമൻ ബസുവും സീതാറാം യെച്ചൂരിയും നീലോൽപൽ ബസു, ആദ്യത്തെ 3
എഡിറ്റർമാർ. അതിലൊരാൾ സീതാറാമായിരുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ നിതീഷേ, അതിനുവേണ്ടി തയ്യാറാക്കുമ്പോൾ സീതാറാമിനോട് സംസാരിച്ചപ്പോൾ ആ കാലത്തെക്കുറിച്ച് വളരെ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റവല്യൂഷണറി ആയി സീതാറാം സംസാരിച്ച മനസ്സിൽ ഓർമ്മയുള്ള കാര്യം എന്താണ്? സീതാറാം സ്റ്റുഡൻസുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചൊരു കാര്യം സീതാറാം പറഞ്ഞത് ജീവിതത്തിൽ മാത്രമല്ല SFI കാലത്തെക്കുറിച്ച് സീതാറാം എപ്പോഴും പറയുന്ന ഒരു കാര്യം, 80കൾ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പലതരത്തിലുള്ള വിഘടനവാദത്തിൻ്റെയും പല പിന്തിരിപ്പൻ പ്രവർത്തനമൊക്കെ ഒരു പ്രാദേശികവാദത്തിൻ്റെ ഒക്കെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയം പലതരത്തിൽ തിളച്ചു മറഞ്ഞ ഒരു കാലഘട്ടം കൂടിയായിരുന്നു 80കൾ. അന്ന് ആസാമിലെ കൊല്ലപ്പെട്ട SFI നേതാവിനെ കുറിച്ച് സീതാറാം പറയുമായിരുന്നു. നിരഞ്ജൻദർ താലൂക്ദാർ എന്ന് പറയുന്ന SFIയുടെ നേതാവ് എന്ന് സീതാറാം അതിനെക്കുറിച്ച് പറയുക, അദ്ദേഹത്തിൻ്റെ ആ SFI നേതാവിൻ്റെ ശരീരം വെട്ടി നുറുക്കിയിട്ട് പല കഷണങ്ങളായിട്ടാണ് ചെതറി കിടന്നിരുന്നത്, പല ഇടങ്ങളിലേക്കായിട്ട്. തൊട്ടടുത്ത ദിവസം സീതാറാം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യം നിങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തെ വെട്ടിമുറിക്കാം, പക്ഷേ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീതാറാം ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതുപോലെ തന്നെ സീതാറാമാണ് ശരിക്കും ഒരു തവണ നിങ്ങൾ SFI ആയാൽ എല്ലാ കാലത്തും SFI ആയിരിക്കും വളരെ പ്രസിദ്ധമായൊരു SFIക്കാർ ആവർത്തിച്ചു പറയുന്നത്. നിതീഷ് 72ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. പക്ഷേ JNU അപ്പോഴും ഈ പുതിയ ബാച്ച് പോലും അല്ല, പുതിയ കുട്ടികൾ പോലും എത്രമേൽ ആവേശത്തോടെയാണ് റോസാപ്പൂക്കൾ വിരിച്ച് സീതാറാം യെച്ചൂരിയെ അവിടെ എത്തിക്കുന്നതും അന്ത്യാഭിവാദ്യം ചെയ്യുന്നതും ലാൽസലാം വിളിക്കുന്നതും. അപ്പോൾ അതാണ് ഒരിക്കൽ SFI ആയാൽ എന്ന് പറയുന്ന ടേമിന്റെ ഒരു വലിയ മാനമുണ്ട്. അതായത് VRSFI സീതാറാം കാരണം JNUവിൽ ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള മുഖങ്ങളിൽ ഒന്ന് നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും. ഒരു പഠിച്ചിറങ്ങിപ്പോയ ഒരാൾ എങ്ങനെയാണ് ഇത്ര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും, ഇപ്പൊ ഞങ്ങളൊക്കെ അവിടെ പഠിച്ച ആളുകളാണ്, ഇത്ര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ക്യാമ്പസിനോട് എങ്ങനെയാണ് അയാൾ ചേർന്ന് നിൽക്കുന്നത്? എല്ലാ വർഷവും ചുരുങ്ങിയത് ഒരു 2 തവണ സീതാറാം യൂത്താണ്, ഇവരൊക്കെയാണ് കുറച്ചുകൂടി സീരിയസ് ആയി മാറിയത്. അതെ അതെ. അത് മാത്രമല്ല JNUവിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ഇപ്പോഴും JNUവിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർമാരിൽ ഒരാള് സീതാറാമാണ്. സീതാറാമിന്റെ പബ്ലിക് മീറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന പബ്ലിക് മീറ്റിങ്ങുകളിലൊന്ന്. അതുമാത്രമല്ല വളരെ എൻഗേജിങ് ആയിരിക്കും. കാരണം സംസാരിക്കുന്നവരോട് ചിലപ്പോൾ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവരുണ്ടാവും, അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ടാവും, അവരോട് ചിലപ്പോൾ അതേ ഭാഷയിൽ തന്നെ ചിലപ്പോൾ മറുപടി പറയും, അവരോട് എൻഗേജ് ചെയ്യും. അങ്ങനെ വളരെ അതൊരു അനുഭവം തന്നെ ആയിരുന്നു സീതാറാമിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഇപ്പം അവിടെ തന്നെ സീതാറാം ആ സ്റ്റുഡൻറ് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ വെൻ പൊളിറ്റിക്സ് ഡിസൈഡ്സ് യുവർ ലൈഫ് യു ഡിസൈഡ് വാട്ട് യുവർ പൊളിറ്റിക്സ് ഷുഡ് ബി എന്നുള്ളതായിരുന്നു JNUവിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ SFIയുടെ ഒക്കെ ഒരു കാലത്തെ മുദ്രാവാക്യം. ഇത് സീതാറാം എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് രാഷ്ട്രീയം വേണം എന്നുള്ളൊരു ചോദ്യത്തിന്. ഇങ്ങനെ ഏത് സദസ്സിനാണോ പോകുന്നത് ആ സദസ്സിന് ആവശ്യമുള്ള ഒരു തരത്തിലേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. മറ്റൊരു വിപുലമായ സദസ്സിൽ നിതീഷിനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള സീതാറാമിനെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയുക? സീതാറാമിനെ കുറിച്ച് എനിക്ക് പലതരത്തിൽ സീതാറാം ഈ ലോക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരാളാണ് സീതാറാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫിഡൽ കാസ്ട്രോയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അദ്ദേഹം വളരെ സ്നേഹത്തോടെ കണ്ട ഒരു യുവ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു സീതാറാം എന്ന്. അത് സീതാറാം പലപ്പോഴും അത്തരം കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സീതാറാമിൻ്റെ കൂടെ സഞ്ചരിച്ചതിൻ്റെ ഭാഗങ്ങളിൽ ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ഇനി മിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ പ്രസംഗങ്ങളാണ്. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പരിഭാഷപ്പെടുത്താൻ ഏറ്റവും ഇഷ്ടമുള്ള പ്രസംഗം, വളരെ എന്താ പറയുക, നമുക്കൊരു ആവേശത്തോടു കൂടി ചെയ്യാൻ തോന്നുന്നൊരു പ്രസംഗങ്ങളൊന്നായിരുന്നു സീതാറാമൻ. അദ്ദേഹം പ്രസംഗത്തിന് കയറുന്നതിന് മുമ്പ് ചോദിക്കും, പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ചെറിയ സെൻറ്റൻസുകൾ വേണം, അല്ല കുറച്ച് ദീർഘമായിട്ട് സംസാരിക്കണമെന്നല്ല പക്ഷേ ചിലപ്പോൾ നമ്മൾ തീരുമാനിച്ച പോലെ ഒന്നും ആവണമെന്നില്ല അദ്ദേഹത്തിൻ്റെ സംസാരം പോവുക. പക്ഷെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം എല്ലാ തവണയും സംസാരിച്ച് തീരുമ്പോൾ പരിഭാഷകൻ അദ്ദേഹം നന്ദി പറയും. അത് എനിക്ക് മാത്രമല്ല ഞാൻ പലരും കണ്ടിട്ടുണ്ട്. അദ്ദേഹം അവർക്ക് നന്ദി പറയും. അതുപോലെ തന്നെ പിന്നെ അവരുടെ കൂടെ അതിനുശേഷം അവരോട് അഭിപ്രായം ചോദിക്കും. ഇങ്ങനെയെല്ലാമുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡൻസുകൾ ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ ഓൺലൈൻ പതിപ്പാക്കിയിട്ട് മാറ്റിയപ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നത് സീതാറാമാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെല്ലാമുള്ള അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ഏറ്റവും
പ്രധാനപ്പെട്ട സാനു കൂടി നമ്മൾക്കൊപ്പം ഉണ്ട്, SFIയുടെ. അതുപോലെ ഇത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഓഫീസാണ്. ഞങ്ങൾ SFI ഓഫീസിൽ നിന്ന് കിസാൻ സഭയുടെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹം ഭോപ്പാലിൽ നിന്നുള്ള സഖാവാണ്. സാനുവിനെ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് നന്നായി അറിയാവുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും രാവിലെ അങ്ങോട്ടേക്ക് പോകാനായിരിക്കും അല്ലേ? അതെ, നേരെ വീട്ടിലേക്ക് പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അതിനിടയിലാണ് ഇവിടെ വന്നതും ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ചതും. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്. അതുപോലെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കില്ല, ഇവരെ പോലെ ഈ JNUവിൽ വിദ്യാർത്ഥി ഈ സീതാറാം യെച്ചൂരി അവിടെ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ ഇവരെ പോലെ നേപ്പാളിൽ നിന്ന് പഠിക്കാൻ വിദ്യാർത്ഥികളവിടെ ഉണ്ടായിരുന്നു. അവരുമായി സീതാറാം യെച്ചൂരിക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദമാണ് നേപ്പാൾ എന്ന രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യമാക്കി മാറ്റിയത്. നേപ്പാളിൽ രാജാധിപത്യത്തിനെതിരെ വലിയ സമരം നടന്ന സമയത്ത് അവർ സീതാറാം യെച്ചൂരിയുമായി ചർച്ചകൾ നടത്തി. അന്നത്തെ പല മാവോയിസ്റ്റ് നേതാക്കളും സീതാറാം യെച്ചൂരിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പ്രചണ്ഡ JNUവിലല്ല പഠിച്ചിരുന്നത്, ബാബുറ. നേപ്പാൾ ദേവ് ഭട്ടാചാര്യ. പക്ഷെ പിന്നീടും സീതാറാം ആ നിലയിൽ തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂവ്മെന്റിൽ പല നിലയ്ക്കും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ ഇടപെടാനും അല്ല, ഇവിടെ ചർച്ച നടത്തി. നേതാക്കന്മാർ ഇവിടെ വന്ന് ചർച്ച നടത്തി. നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മാധവ് കുമാർ നേപ്പാൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. മറ്റുള്ള ആളുകളും നിലവിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സീതാറാമിനെ കാണാൻ വേണ്ടി എത്തും നേപ്പാളിൽ. അപ്പോൾ ഇതാണ് സീതാറാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രമേൽ ആഴത്തിലാണ് ഓരോ ഘട്ടത്തിലും ഓരോ മനുഷ്യരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര വലിയ അടയാളപ്പെടുത്തലാണ് ആ അരനൂറ്റാണ്ടിനപ്പുറം കടന്നൊരു ജീവിതം. ഇനിയും എത്രയോ കാലം യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വേണ്ടതായിട്ടുള്ള ഒരു വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇനിയും ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യം. ആ നിലയിലേക്ക് വളർന്നു വന്ന വിദ്യാർത്ഥി നേതാവായി വളർന്നു വന്ന സീതാറാമിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അതിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒക്കെയാണ് ദില്ലിയിലുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുകയും അല്ലെങ്കിൽ സഫ്ദർ ഹാഷ്മി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടൊക്കെ സുഹൃത്തുക്കളുമായി ഒക്കെ പങ്കുവെക്കുന്ന ഈ ഇടമാണ് ഞങ്ങൾ രാവിലെ അദ്ദേഹത്തിന് ഉച്ചസമയം ഡൽഹിയിലുണ്ടെങ്കിൽ മറ്റു മീറ്റിങ്ങുകൾ ഇല്ലെങ്കിൽ ഉച്ചസമയം ഇവിടെ ആയിരുന്നു. ഇങ്ങനെ പുറത്തുള്ള സഫ്ദർ ഹാഷ്മി അവിടെ നിന്നാണെന്ന് ഉച്ചഭക്ഷണം കഴിച്ച് കുറേ സമയം അവർ ചെലവഴിച്ചിട്ടാണ് പോയിരുന്നു. അങ്ങനെയുള്ള ഇടങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഖാക്കൾ, ഇവരൊക്കെയാണ്. അങ്ങനെയുള്ള ഓരോ ഇടവുമാണ് രാവിലെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനു.